മഹാരാഷ്ട്ര ബാങ്ക് തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള പ്രതി വടകര ശാഖ മുൻ മാനേജർ മധു ജയകുമാറിനെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബാങ്കിലെത്തിച്ച് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമാണ് വടകര മജിസ്ട്രേറ്റ് കോടതിയുടെ ചാർജുള്ള പയ്യോളി കോടതിയിൽ ഹാജരാക്കിയത്. 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് മധു ജയകുമാറിനെ നേരത്തെ കോടതി വിട്ടത്. പോലീസ് കസ്റ്റഡി അവസാനിച്ചതിനാൽ പ്രതിയെ പയ്യോളി മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് വടകര സബ് ജയിലിലേക്ക് മാറ്റി. പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ 29-ന് വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ നൽകും. വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് പ്രതിയെ തെളിവെടുപ്പ് നടത്തി. പ്രതി വാടകയ്ക്ക് താമസിച്ച വടകരയിലെ വീട്ടിലും ബാങ്ക് ശാഖയ്ക്ക് സമീപമുള്ള ടൂറിസ്റ്റ് ഹോം, പ്രതി സ്ഥിരമായി പോകാറുള്ള കടകൾ എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത്. തഞ്ചാവൂരിലെത്തിച്ച് നടത്തിയ പരിശോധനയിൽ പണയപ്പെടുത്തിയ 5.300 കിലോഗ്രാം സ്വർണം മാത്രമാണ് കണ്ടെത്തിയത്. മൊത്തം 17,20,35,704 രൂപ വില വരുന്ന 26.2442 കിലോഗ്രാം സ്വർണമാണ് ബാങ്കിൽ നിന്നും നഷ്ടമായത്. നഷ്ടപ്പെട്ട ബാക്കി സ്വർണം കണ്ടെത്താനും കൂടുതൽ ചോദ്യം ചെയ്യാനുമായി പോലീസ് കസ്റ്റഡിയിൽ ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് വീണ്ടും അപേക്ഷ നൽകുക. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. BA, BCom, BBA with Hospital Administration, BA, BCom, BBA with Logistics and Supply Chain Management, BVoc in Hospital Administration, BVoc in Logistics Operations Management, Diploma in Hospital Administration, Diploma in Logistics and Supply Chain Management, Diploma in Hospitality Management. കൂടാതെ +1, +2, +2 NEOS 6 months, +2 BOSS 6 months. Well furnished classrooms and fully equipped labs. അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസ് ഇന്റർവ്യൂ. 100% വിജയം ഉറപ്പു നൽകുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര.